എച്ച് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് ഒരുവിധ സുഖം തന്നെ. നിങ്ങൾ വളരെ ചേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്നും ഈ അച്ഛൻ എന്തെങ്കിലും വറുത്തുകൊണ്ടായിരിക്കും ഇൻട്രോ തുടങ്ങുന്നതെന്ന്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു തീയലാണ്. തേങ്ങ വറുത്തരച്ച്, അതായത് വേറെ ഒന്നും ഇല്ല. അതിന് വേണ്ടി അരിഞ്ഞു വച്ചിരിക്കുന്നതാണ് സവാള, വെണ്ടയ്ക്ക, 2 വെണ്ടയ്ക്ക, 1 ടൊമാറ്റോ, പച്ചമുളക്, 2 പച്ചമുളക്, 1 ഉണങ്ങലരി. വറുക്കുന്നതിന് വേണ്ടി തേങ്ങ, അതിൽ കൂടെ ശകലം പുളി, 1 നുള്ള ഉലുവ, 1 നുള്ള ജീരകം. ഇനി നല്ലതുപോലെ ചുവന്ന് വന്നതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കും. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയുമായിരുന്നു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇന്ന് വരെ ലൈക്ക് ചെയ്തിട്ടുള്ളവർക്കും ഷെയർ ചെയ്തിട്ടുള്ളവർക്കും കമൻ്റ് അയച്ചുകൊണ്ടിരിക്കുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക, ടൊമാറ്റോ, സവാള, പച്ചമുളക്, കുടംപുളിമുളക് ഇത്രയും ഞാൻ കടുക് വറുത്തിട്ട് വറുത്തിയാണ്. ഇത് വേകുന്നത് വരെ ഞാൻ ഇങ്ങനെ വറുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ വറുത്ത് വെച്ച് അരച്ച് തിളപ്പിച്ചെടുക്കും. വരും. ഇന്നലെ ഞാൻ ഫോൺ കൈകൊണ്ട് തൊട്ടതേ ഇല്ല, സുഖമില്ലാത്തതിനാലാണ് തൊടാത്ത. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ ജയയുടെ അജിതയുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്തോ എന്തോ അതും അറിഞ്ഞില്ല. നമ്മുടെ ഗിരി വെറൈറ്റി വ്ലോഗ്സിലെ ഗിരിയുടെ കൈവേദന കുറവുണ്ടോ, കൈ ഇതായിട്ടറിഞ്ഞ അത് ഒരു വിശേഷം ഒന്നും അറിയുന്നില്ല. നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് എനിക്ക് എന്ത് തടസ്സമുണ്ടെങ്കിലും വീഡിയോ ഇടാൻ വീണ്ടും തോന്നുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ കുഞ്ഞു തീയലാണ്. അങ്ങനെ വറുത്ത തേങ്ങ അരച്ച് കലക്കി അതിലിട്ട് തിളപ്പിച്ചു. ഇനി കടുക് വറുക്കേണ്ട ആവശ്യമില്ല. കടുക് വറുത്താണ് ഞാൻ ഈ പീസസ് ഇട്ട് വേവിച്ചത്. അങ്ങനെ തീയൽ റെഡിയായി. അങ്ങനെ എൻ്റെ ഉച്ച ജോലിയെല്ലാം റെഡിയായി. പിന്നെ വേറെ ഒരു തോരൻ, അമരക്കയും ഉള്ളിയും, അമരക്കയും ഉള്ളിയും കൊണ്ടൊരു തോരനുണ്ട്. നാരങ്ങ അച്ചാറും തൈരും ഉണ്ട്. മീനാണെങ്കിൽ നെത്തോലി മീൻ, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.